ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കൊണ്ടോട്ടിയുടെ സാംസ്കാരിക വാണിജ്യ പൈതൃകത്തെ ഉണർത്തുന്നതിനായി കൊണ്ടോട്ടി വരവ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവം മെയ് 3 മുതൽ 19 വരെ നടക്കും. മെയ് 4 സംസ്ഥാന സ്പോർട്സ് വഖഫ് ഹജ്ജ് കാര്യമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കൊണ്ടോട്ടി നഗരത്തിൻ്റെ ഒരു സാംസ്കാരിക വ്യാപാര വാണിജ്യ മേഖലയിലുള്ള വളർച്ച ഒന്നുകൂടെ ത്വരിതപ്പെടുത്തുകയും വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടോട്ടിയെ അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ കൊണ്ടോട്ടി മഹോത്സവത്തിന് അല്ലെങ്കിൽ കൊണ്ടോട്ടി വരവ് എന്നുള്ള പേര് പഴയ കൊണ്ടോട്ടി നേർച്ചയെ അനുസ്മരിക്കുന്ന വിധമുള്ള ഈ സാംസ്കാരിക ഘോഷയാത്രയും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന്, ഇതിന് നേതൃത്വം നൽകുന്നത് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയാണ്. അത് JCIയും അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബ്, ലോട്ടറി ക്ലബ്ബ് അടക്കമുള്ള എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മറ്റ് വ്യാപാരി സമൂഹം, സാംസ്കാരിക സമൂഹം ഇവരെല്ലാം കൂടെ ഒന്നുചേർന്നുകൊണ്ടാണ് ഈ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിന് പിന്തുണയും സഹകരണവുമായി മറ്റനേകം സ്ഥാപനങ്ങളും വ്യക്തികളുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവരെയും അഭിനന്ദിക്കുകയും തീർച്ചയായിട്ടും ഒരു വിജയാശംസകൾ നേരുകയും ചെയ്യുകയാണ്. കൊണ്ടോട്ടി നഗരസഭയും JCI, റോട്ടറി ക്ലബ്, ലയൺസ് ക്ലബ്, വ്യാപാരികൾ, മറ്റ് സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ, വൈദ്യുതി സ്മാരക, മാപ്പിളകല അക്കാദമി തുടങ്ങിയവർ ചേർന്നാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലാഭവിഹിതം ഉണ്ടാകുകയാണെങ്കിൽ കൊണ്ടോട്ടി നഗരത്തിൻ്റെ അല്ലെങ്കിൽ നഗരത്തിലെ ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക സംഘടനകളും നഗരസഭയും കൂടിയാലോചിച്ച് ഒരു പൊതു ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കുകയും പഠനാത്മകമായി കാണുകയും ചെയ്യാവുന്ന പരിപാടികളാണ് കൊണ്ടോട്ടി വരവിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. കൊണ്ടോട്ടി നഗരസഭയോട് ചേർന്നുകൊണ്ട് ഇന്റർനാഷണൽ ക്ലബ്ബുകളായ JCI, റോട്ടറി, ലയൺസ് തുടങ്ങിയ ക്ലബ്ബുകളും പ്രാദേശികമായ സംഘടനകളും കൂട്ടിച്ചേർന്നുകൊണ്ടാണ് കൊണ്ടോട്ടി വരവ് എന്ന രീതിയിൽ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയത്. 12 വർഷത്തിലധികമായി കൊണ്ടോട്ടി നേർച്ച കുടുംബപരമായ ചില കാരണങ്ങളാൽ നടന്നു വരുന്നില്ല. ഇത് കൊണ്ടോട്ടിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഒരു നേർച്ച പോലുള്ള പരിപാടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് നാനാത്മുഖമായ തുറകളിലുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടോട്ടി നേർച്ചയെ ഓർമ്മിപ്പിക്കും വിധം കൊണ്ടോട്ടി വരവ് എന്ന പേര് നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് രൂപം നൽകിയത്. മെയ് 9, 10 തീയതികളിൽ ബിസിനസ് എക്സ്പോ, 11 ഓട്ടോ ഷോ, 12, 13 എഡ്യൂഫെസ്റ്റ്, 14, 15, 16 കാർഷിക മേള, 17, 18, 19 തീയതികളിൽ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയവ നടക്കും. നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ അവറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ കൊണ്ടോട്ടിയെ സാംസ്കാരികമായി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒരു പരിപാടിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. മെയ് 3 DJ വിത്ത് കൊണ്ടോട്ടി ബാപ്പുട്ടിയും, 5 മാപ്പിളപ്പാട്ട് ഗായിക രഹന നയിക്കുന്ന ഗാനമേള, 7 ജാസി ഗിഫ്റ്റ് നയിക്കുന്ന മ്യൂസിക് നൈറ്റ്, 9 അക്ബർ ഖാൻ സംഘം അവതരിപ്പിക്കുന്ന ഖവാലി, 11 റാസ ബീഗം അവതരിപ്പിക്കുന്ന ഗസൽ, 12 കണ്ണൂർ ഷെരീഫ് ടീം ഗാനമേള, 14 യുംന അജിൻ ഗാനവിരുന്ന്, 17 നവാസ് കാസർഗോഡ് അവതരിപ്പിക്കുന്ന ഗാനവിരുന്ന്. വിവിധ ദിവസങ്ങളിൽ കൊണ്ടോട്ടിയിലെ പ്രാദേശിക കലാകാരന്മാരുടെ ഗാനമേളയും കലാപരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറും. അമ്യൂസ്മെന്റ് പാർക്ക്, കിഡ് ആൻഡ് പെറ്റ് ഷോ, DJ നൈറ്റ് തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ 15-16 ദിവസങ്ങളിലായി 1 ലക്ഷത്തിലേറെ ആളുകളെ, കൊണ്ടോട്ടിക്കാരല്ലാത്ത കൊണ്ടോട്ടിയുമായി പഴയ കാലത്ത് ബന്ധപ്പെടുന്ന പരിസര പ്രദേശങ്ങളിലെ 1 ലക്ഷത്തോളം ആളുകളെങ്കിലും കൊണ്ടോട്ടിയിൽ വന്നു ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൊണ്ടോട്ടി നേർച്ചയുടെ ഓർമ്മകളിലേക്ക് നഗരത്തെ വീണ്ടും ആനയിക്കുന്നതിനായി സാംസ്കാരിക ഘോഷയാത്രയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവുകളും സംഘടിപ്പിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് എൻട്രൻസ് കോച്ചിങ് അടക്കമുള്ള എല്ലാ മേഖലയിലും ഇന്ന് ഒരു വലിയ മഹാസ്ഥാപനമായി വളർന്നു വന്നിട്ടുള്ള ശൈലമാണ് ഈ വർഷം മുതൽ നമ്മുടെ ഈ അക്ഷരശ്രീയെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെയൊക്കെ സാന്നിധ്യവും തീർച്ചയായിട്ടും കുട്ടികൾക്ക് പുതിയ വിദ്യാഭ്യാസ മേഖലയിലൂടെ പുതിയ തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനൊക്കെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ
എഡ്യൂക്കേഷണൽ എക്സ്പോ ഒരു കാരണമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊണ്ടോട്ടി നേർച്ചയുടെ തട്ടാൻ പെട്ടി വരവിന് സമാനമായ വരവോടെയാണ് സമാപനം. വിവിധ പരിപാടികളുടെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ കേരളത്തിൻ്റെ വഖഫ് ഹജ്ജ് ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ 4-ാം തീയതി 6 മണിക്ക് ഔദ്യോഗികമായി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ആഘോഷ പരിപാടികളും എല്ലാ കാര്യങ്ങളും ഇവിടെ വേറെ നടക്കും. ഇതിലെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. കാർഷിക രംഗത്തുള്ള മുന്നേറ്റത്തിനത് കാരണമാകും. അതുപോലെ തന്നെ സംരംഭകത്വ സെമിനാറുകളും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണീയമായൊരു കാര്യമെന്ന് പറയുന്നത് എജു ഫെസ്റ്റാണ്. അത് 12-13 തീയതികളിലാണ് സത്യത്തിൽ ഈ എജു ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എജു ഫെസ്റ്റ് അത് എക്സ്പോ ആയിട്ട് 12-13 തീയതികളിലാണ് നടക്കുന്നത്. TV ഇബ്രാഹിം MLA, നഗരസഭാ അധ്യക്ഷ CT ഫാത്തിമത്ത് സുഹറാബി, വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ A മൊയ്തീൻ അലി, വരവ് കൺവീനർ P അബ്ദുറഹ്മാൻ, JCI പ്രസിഡന്റ് PE സാദിഖ്, വരവ് ഡയറക്ടർ മുസ്തഫ ഗഡക്സോ, വരവ് ഡയറക്ടർ സലാം തറമൽ, പ്രോഗ്രാം കോർഡിനേറ്റർ അബു തംരീഖ്, ട്രഷറർ നവീദ് അലി, ഡോക്ടർ അബ്ദുസലാം സൽമാനി, മുസ്തഫ പുലാശ്ശേരി തുടങ്ങിയവർ അറിയിച്ചു. എയർവൺ ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.